നമുക്കിരിക്കാം. നമ്മുടെ ഔപചാരികമായിട്ടുള്ള യോഗ നടപടിക്രമങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയും ഉദ്ഘാടകനും എത്തിയതിന് ശേഷം ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി RSPയുടെ ജില്ലാ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ ജോർജ് സ്റ്റീഫനെ ക്ഷണിക്കുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ MLA ശ്രീ റോജി M. ജോൺ, ചാലക്കുടി ലോക്സഭ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കോർഡിനേറ്റർ KPCC എക്സിക്യൂട്ടീവ് അംഗം മുൻ MLA ശ്രീ PJ ജോയ്, UDFൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, KPCC സെക്രട്ടറി S. അശോകൻ, ജബി മേത്തർ, മറ്റ് UDFൻ്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, 18ാമത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഒരു അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 2014 അതുപോലെ 2019 RSS നിശ്ചയിച്ച വർഷങ്ങളായി അവർ ഉന്നയിച്ചു വരുന്ന ആവശ്യങ്ങൾ BJP തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുവാൻ തയ്യാറായി. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമ്പോഴും സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്നും പ്രായോഗികമാക്കുവാനായിട്ട് NDA മുന്നണി തയ്യാറാകില്ല എന്നാണ് സാധാരണ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചു വന്നത്. പക്ഷേ വളരെ അടുക്കും ചിട്ടയോടുകൂടി തന്നെ അത്തരത്തിൽ ദേശീയ തലത്തിൽ ഇപ്പോഴും അവർക്ക് 40% താഴെ വോട്ടർമാരുടെ ഭൂരിപക്ഷമേ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 80%-ലധികം ജനസംഖ്യയുള്ള ഹൈന്ദവരിൽ ബഹുഭൂരിപക്ഷം പേരും ഇപ്പോഴും മതേതരത്വ നിലപാട് സ്വീകരിക്കുവാനായിട്ടുള്ള ഉറച്ച നിലപാട് ജവഹർലാൽ നെഹ്റു മുതലുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരും ഒക്കെ സ്വീകരിച്ച ആ ഒരു നിലപാടിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനാധിപത്യവാദികളും എല്ലാ സമുദായ അടിസ്ഥാനത്തിൽ പോലും ചിന്തിച്ചാൽ അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്. ആ നിലപാട് മാറ്റി ഓരോ തെരഞ്ഞെടുപ്പിലും 2014 2019 വ്യത്യസ്തങ്ങളായ ജനങ്ങളുടെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവ ഭൂരിപക്ഷത്തിന് വശത്താക്കുവാനുള്ള തീവ്രമായ നിലപാടുകൾ എടുത്തപ്പോൾ പോലും 37-36% പേരുടെ മാത്രം പിന്തുണയെ NDA മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെ അനൈക്യം മുതലെടുത്തുകൊണ്ട് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം കരസ്ഥമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും പാർലമെന്റിൽ ഒന്നൊന്നാകെ പിച്ചിച്ചീന്തിക്കൊണ്ടുള്ള നടപടികളാണ് പാർലമെന്റിൻ്റെ ഇരു സഭകളിലും നടന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 100-ലധികം MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ, പ്രതിപക്ഷം അംഗങ്ങൾ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലഘട്ടത്തിലും പാർലമെന്റിലും നിയമസഭകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് തികഞ്ഞ ഏകാധിപത്യ ശൈലിയിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ പോലും
കേരളത്തിൽ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും എംപിമാരെയൊക്കെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത്തരം നടപടികൾ ഏറ്റവും അവസാനമായി ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗം രാജിവെച്ചിരിക്കുന്നു. എന്ത് ലക്ഷ്യത്തിലാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോഴും വളരെയധികം സംശയങ്ങൾക്ക് ഇട നൽകുന്ന വിധത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗത്തിൻ്റെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ തുടർച്ചയായി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഇന്ത്യയിലെ ദേശീയ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നരേന്ദ്രമോദി അടുത്ത വെള്ളിയാഴ്ചയും കൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി 3-ാം വട്ടം എത്തുകയാണ്. കേരളത്തിൽ ഒരു നിയമസഭാ അംഗമില്ല, ഒരു പാർലമെന്റ് അംഗമില്ല എന്നിരുന്നിട്ട് പോലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യയുടെയും ഉത്തരേന്ത്യയുടെയും ആ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണ് എന്ന് വ്യാഖ്യാനമുണ്ടെങ്കിലും യഥാർത്ഥ ചിത്രം അതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കർണാടക ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ പ്രാതിനിധ്യം BJPക്ക് ലഭിച്ചെങ്കിൽ ഉത്തരേന്ത്യയിലെ ആ പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇന്ന് നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ അറിയാം, പ്രശാന്ത് ഭൂഷന്റെ ഒരു പ്രസ്താവനയുണ്ട്, BJPക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെ. അത്തരമൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇവിടെ കുറെ മാജിക്കുകളൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് ഉത്തരേന്ത്യയിൽ മുഴുവൻ BJP, ദക്ഷിണേന്ത്യയും BJP പിടിച്ചാൽ ഇവിടെ സ്വർഗമാക്കും എന്നുള്ള തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വാസ്തവത്തിൽ ഉത്തരേന്ത്യയിലെ നില പരിങ്ങല്ലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ 2004 സംഭവിച്ച ആ ഒരു രാഷ്ട്രീയ മാറ്റം 2024 സംഭവിക്കുമെന്നുള്ളതാണ് വാസ്തവം. അടൽ ബിഹാരി വാജ്പേയി ഭരണത്തിൽ വരും എന്ന് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അല്പം സമയം കൂടി അടൽ ബിഹാരി വാജ്പേയിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റുമെങ്കിലും അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് 2004 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമൊക്കെ വാജ്പേയിയുടെ വരവ് വീണ്ടും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. അത്തരമൊരു സാഹചര്യം തന്നെയാണ് 2024 സംജാതമാകാൻ പോകുന്നത്. മാധ്യമങ്ങളോ രാഷ്ട്രീയ നിരീക്ഷകരോ പറയുന്നതിന് അപ്പുറത്ത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രതിഷേധം, ജനങ്ങളുടെ വികാരം, രാജ്യത്തെ ഭരണഘടന പിച്ചിച്ചീന്തിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണശൈലിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായി തന്നെ ഈ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പും ഫലങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തെ സംബന്ധിച്ച് കേരളത്തിൽ കഴിഞ്ഞ തവണ 19 സീറ്റിലാണ് വിജയിച്ചതെങ്കിൽ 20 സീറ്റും UDFന് കിട്ടുന്ന തരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നപ്പോൾ നമുക്ക് ബോധ്യം വരുന്നത്. അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു വലിയ ഭരണമാറ്റത്തിന് നാന്ദി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെയും അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഫാസിസ്റ്റ് ഭരണം, ഏകാധിപത്യ ഭരണം, മതേതരത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഭരണം അവസാനിപ്പിക്കുന്നതിന് തന്നെ
BJPയെ പരാജയപ്പെടുത്തുവാനുള്ള സർവ്വസന്നാഹങ്ങളോടും കൂടി തന്നെ ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ന് ഗുജറാത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായ് ജോഡോ യാത്ര നടക്കുന്നത്. അത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ് BJP ഇത്തരത്തിലുള്ള അങ്കലാപ്പിലേക്ക് വരുന്നതിന് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചില രാഷ്ട്രീയ മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ BJP 2 അക്ക സംഖ്യയിലേക്ക് കടക്കുമെന്നൊക്കെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനങ്ങളിൽ ഒന്നും തന്നെ യാതൊരു കഴമ്പുമില്ലാത്ത വണ്ണം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടുപോവുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും പുതിയതായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോകുന്നവരെ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അൽഫോൻസ് കണ്ണന്താനത്തെയും ടോം വടക്കനെയും ഒക്കെ സ്വീകരിച്ചതുപോലെ ഇത്തരത്തിലുള്ള ചില തുറുപ്പുചീട്ടുകൾ അവർക്ക് ഇത്തവണയിൽ ലഭിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ 2014-ലും 2019-ലും ഒക്കെ നേടിയ ആ ഒരു കാലുമാറി വരുന്നവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുവാനുള്ള NDAയുടെ ശ്രമമായാലും അത്യധികം ആഹ്ലാദിക്കുന്ന CPMന്റെ ശ്രമത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. കഴിഞ്ഞ തവണത്തേക്കാൾ വൻ ഭൂരിപക്ഷത്തിൽ ശ്രീ ബെന്നി ബെഹനാൻ്റെ വിജയം ഉറപ്പിക്കുവാനുള്ള ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ നിയമസഭാ സാമാജികനും മികച്ച വാഗ്മിയുമായിട്ടുള്ള ആദരണീയനായ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ മുൻവശത്ത് പുറകിൽ വെളിയിൽ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകർ ഒന്ന് നമ്മുടെ ഈ ഹാളിൻ്റെ ഇടതുവശത്തുള്ള ഹാളിലും നമ്മൾ കസേരകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് കടന്നിരിക്കണം. നമ്മുടെ ഈ ഹാളിന് ആളുകളെ ഉൾക്കൊള്ളാനുള്ള പരിമിതിയുണ്ട്. പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമീപത്തുള്ള ഹാളിൽ നമുക്കവിടെ സ്ക്രീൻ ഉൾപ്പെടെ അവിടെ കാണാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കളെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ആസന്നമായിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മകൾ കാത്തുസൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരുടെ മുമ്പിലും ഒരുപാട് ആകുലതകൾ പങ്കുവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇത്തവണ മതേതര കക്ഷികളുടെ താളം പിഴച്ചാൽ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോലും നമ്മുടെ നാടിന് അന്യമാകും എന്ന രീതിയിലേക്ക് നാട് നീങ്ങുകയാണ്. ഇന്ത്യ കാത്തു സൂക്ഷിച്ച ഒട്ടേറെ നന്മകളുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര നന്മ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രൊഡക്റ്റ് അല്ല.
ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് മതമൈത്രിയും സ്നേഹവും സൗഹൃദവുമൊക്കെ നിലനിന്നിട്ടുണ്ട്. മധ്യേഷ്യയിൽ നിന്ന് വന്ന ആര്യന്മാരെ ദ്രാവിഡന്മാർ സ്വീകരിച്ചതും ഇവിടെ എത്തിയ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഹൈന്ദവ സമുദായം സ്വീകരിച്ചതുമൊക്കെ ഭരണഘടന പിറവിയെടുത്ത കാലത്തല്ല, അത് ഇന്ത്യയുടെ പൈതൃകമാണ്. ആ പൈതൃകം തിരിച്ചറിയുന്നത് കൊണ്ടാണ് രാജ്യത്ത് ആദ്യമായി ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ആരാകണം എന്ന് നല്ല ദൈവവിശ്വാസിയായ മഹാത്മജി അന്വേഷിച്ച് കണ്ടെത്തിയത് തികഞ്ഞ മെറ്റീരിയലിസ്റ്റായ ഒരു മതത്തോടും പ്രത്യേകമായ ആഭിമുഖ്യമില്ലാത്ത പണ്ഡിറ്റ് നെഹ്റുവിനെയാണ്. ഒരു രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയാൽ ആ രാജ്യത്തെ പൗരന്മാരെ രാഷ്ട്രത്തിന് അനുഗുണമാക്കി മാറ്റുന്ന വലിയ പ്രക്രിയ ചെയ്യേണ്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് മക്കയിൽ ജനിച്ച മൗലാന അബുൽ കലാം ആസാദിനെയാണ്. അതോടൊപ്പം തന്നെ ജോൺ മത്തായിയും സർദാർ വല്ലഭായ് പട്ടേലും ഏറ്റവും മതസ്ഥ വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന് വലിയ നിയമജ്ഞനായി മാറിയ ഡോക്ടർ അംബേദ്കറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യത്ത് ആദ്യം ഉണ്ടാക്കുന്നത്. അത് ഇന്ത്യയുടെ പരിച്ഛേദമാണ്. വിദേശ രാഷ്ട്രവുമായി ഇന്ത്യ ആദ്യത്തെ ഒരു യുദ്ധത്തിന് ഒരുമ്പെടുമ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ പോലും അത് കാണാൻ കഴിയും. പാർസിയായി ജനിച്ച ജനറൽ മനേക്ഷാ കരസേനാ മേധാവിയും ഒരു സിഖുകാരനായി ജനിച്ച ജനറൽ അറോറ നാവികസേനയുടെ മേധാവിയും ഒരു മുസ്ലിമായി ജനിച്ച ലുത്ഫി വ്യോമസേനയുടെ മേധാവിയുമായി ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കട്ടെ എന്ന് നെഹ്റു തീരുമാനിക്കുന്നത് അത് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ആ നന്മയാണ്. ആ നന്മ രാജ്യം തകരുകയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ ധാന്യക്കൂടാരം ബംഗാളിലെ ഗോതമ്പ് വയലുകളാണ്. അത് പാകിസ്ഥാനിലേക്ക് പഞ്ചാബിലെ ഗോതമ്പ് വയലുകളാണ്. അത് പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ബംഗാൾ പട്ടിണി എന്ന പേരുള്ള വലിയ ദുരന്തം രാജ്യത്തുണ്ടായി. അമേരിക്കയുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് പട്ടിണി മാറ്റിയിരുന്ന ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത് നെഹ്റുവിൻ്റെ വീക്ഷണങ്ങളാണ്. ബക്രാനങ്കൽ അണക്കെട്ടിന് തറക്കല്ലിട്ടുകൊണ്ട് നെഹ്റു പറഞ്ഞത്, നവഭാരതത്തിൻ്റെ ക്ഷേത്രങ്ങൾക്ക് ഞാൻ അടിത്തറയിടുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ പണിയണം ഇന്ത്യ രക്ഷപ്പെടാൻ. നെഹ്റുവിൻ്റെ വീക്ഷണം ശരിയായിരുന്നു. ആ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയത്. ഇന്ത്യ വളർന്നു. ആ വളർച്ച മുഴുവൻ ഇന്ന് വിസ്മരിക്കുകയാണ്. ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത ആ നന്മകളെ മുഴുവൻ തകർക്കുകയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെയും രാജ്യത്ത് ഭക്ഷ്യോൽപാദനം നടത്തുന്ന കർഷകനെയും ഒരുപോലെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന്. ഇന്ന് ആ കർഷകൻ്റെ നെഞ്ചിലേക്ക് പട്ടാളക്കാർ വെടിയുണ്ട് എതിർക്കുന്ന നാടായി ഇന്ത്യ മാറുകയാണ്. അപകടകരമായ പാന്താവിലേക്ക് ഈ രാജ്യം നീങ്ങുകയാണ്. ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ പൗരന്മാരുടെ പൗരത്വത്തെ പോലും ചോദ്യം ചെയ്ത അപകടകരമായ അവസ്ഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ നവകാലിയിലെ രക്തം പുരണ്ട മണ്ണിലായിരുന്നു മഹാത്മജി. നഗ്നബാധനായി രക്തം വീട് കിടക്കുന്ന മണ്ണിലൂടെ നടന്നുകൊണ്ട് ഗാന്ധിജി പറഞ്ഞത്, ഇല്ല, ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഇവിടം വിട്ടു പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അവരെ ആട്ടി ഓടിച്ചുള്ളൊരു ഇന്ത്യ എനിക്ക് വേണ്ട. അതുകൊണ്ട് നിർത്തണം ഈ അക്രമം, നിർത്തണം ഈ അക്രമം. അന്ന് ആഗ്രഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് വരികയാണ്. ഞാൻ എന്ത് വേണം? ഇങ്ങനെയൊരു ഇന്ത്യ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്തം ചാലിട്ടൊഴുകുന്ന ഒരു ഇന്ത്യ ഒരു ഘട്ടത്തിലും മഹാത്മജിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ഞാൻ പറയുന്നത്, അന്ന് മനുഷ്യന്റെ രക്തം ചാലിട്ടൊഴുകാൻ അനുവദിക്കില്ല, മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ രേഖകൾ പരിശോധിച്ച് പൗരന്മാരെ പുറത്താക്കുന്നിടത്ത് ഇന്ത്യ നിൽക്കുകയാണ്. അപകടകരമാണ് ഈ നാട്. ആ അപകടത്തിൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഒരാൾക്കേ കഴിയൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഭിന്നിപ്പിച്ച് മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് മരിക്കുന്ന ഈ ഘട്ടത്തിലും ഇന്ത്യ രാജ്യത്ത് നീതി നടപ്പാക്കണം
എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. അത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഇന്ത്യ രാജ്യം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഇന്ത്യ തിരിച്ചെടുക്കാൻ പരിശ്രമിക്കുകയാണ്. ഇന്ത്യ അപകടപ്പെട്ടുകൂടാ, ഇന്ത്യ തകർത്തുകൂടാ. എല്ലാം നഷ്ടപ്പെട്ടാലും ശരി, ഈ ഇന്ത്യയുടെ ആത്മാവ് ഞാൻ വീണ്ടെടുക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രതീക്ഷ കൈവിട്ടുകൂടാ. ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും അനുവദിച്ചുകൂടാ. അതിനുള്ള പരിശ്രമമാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ BJPക്കെതിരായി രാജ്യത്ത് BJP അങ്ങനെ ഓരോ മാജിക് നമ്പർ പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുമെന്ന്. ആ മാജിക് നമ്പർ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഉത്തരേന്ത്യക്കാർ കനിയണമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ സംശയം വേണ്ട, ഇത്തവണ ദക്ഷിണേന്ത്യ കൊണ്ട് ആ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതിന് നമുക്ക് കഴിയും. ദക്ഷിണേന്ത്യയിലെ ഓരോ പ്രദേശത്തെയും ഇന്നത്തെ മികവ് നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യമാകും. നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കപട നാടകങ്ങൾ വെറുതെയാണ്. അവർ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അവർക്ക് ഒരേ സമയത്ത് BJPയെയും കോൺഗ്രസിനെയും ഇന്ത്യ രാജ്യത്ത് കാണുകയാണ്. കോൺഗ്രസും CPM-ഉം BJPയും CPM-ഉം മാത്രമാണ് കോൺഗ്രസിന്റെ ശത്രുവായി നിൽക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ്? ആ ഉദ്ദേശശുദ്ധിയാണ് നമുക്കിന്നും തിരിച്ചറിയാത്തത്. ഇവർക്കെതിരായി നിൽക്കാൻ നമുക്ക് കഴിയണം. ഇവരുടെ ഈ കാപട്യത്തെ തിരിച്ചറിയണം. ഇവർക്ക് രാജ്യത്തെ ജനങ്ങളെ തകർത്തെറിഞ്ഞ് നമുക്ക് 2 ഡ്യൂട്ടിയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ നെരിപ്പോടിൽ കിടക്കുന്നത് പോലെയാണ്. ഒന്ന് നരേന്ദ്രമോദിയുടെ തീ മുകളിലും, അതുപോലെ തന്നെ പിണറായി വിജയന്റെ തീ താഴെ നിൽക്കുന്ന നെരിപ്പോടിൽ കിടക്കുന്ന പരുവത്തിലാണ് നമ്മൾ. നമുക്ക് 2 വിഷയങ്ങളിലുമുള്ള തിരിച്ചടി ഇതുവഴി ഉണ്ടാകണം. അതിന് സാധ്യമാകും. ആ സാധ്യമാകുമെന്നത് തെളിയിക്കുകയാണ് കേരളത്തിൽ ഇന്നുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങളൊക്കെ തന്നെ. ആ രാഷ്ട്രീയ ചലനങ്ങളാണ് നിങ്ങൾക്കറിയാം. ഈ അടുത്ത കാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ആരെങ്കിലും അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്നുണ്ടോ? അവരെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കിയിട്ട് വക്ക് പൊട്ടിയ പ്ലേറ്റും കണമുറിഞ്ഞ കയ്യിലും വാങ്ങാൻ നടക്കുന്ന ആക്രി കച്ചവടക്കാരന്റെ ചാക്ക് പോലെ BJPക്കാരൻ നടക്കുകയാണ്. ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ അങ്ങനെ ഒന്ന്? എന്നാൽ അവരെ ഇതിലേക്കാണ് കൊണ്ടുവരാം. പക്ഷേ കോൺഗ്രസ് ബുദ്ധിപരമായി നേരിട്ടു. നിങ്ങൾക്കറിയാം, ശ്രീ മുരളീധരൻ കോഴിക്കോട്ട് നിന്ന് പോരുമ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. കാരണം അദ്ദേഹം മലബാറിന്റെ ആത്മാവറിഞ്ഞ ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് തൃശ്ശൂരിലേക്ക് പോരുമ്പോൾ കോഴിക്കോട്ടുകാർക്ക്, വടക്കേ മലബാറുകാർക്ക് നിങ്ങൾക്കറിയാം വലിയ ഒരു മാനസികമായ പ്രയാസമുണ്ട്. എങ്കിലും ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ നന്മ കേരളത്തിൽ കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് എടുത്ത ധീരമായ തീരുമാനത്തിന്റെ ഭാഗമായി 20-ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന അഭിമാനകരമായ തെരഞ്ഞെടുപ്പായി ഇത് മാറും. അതുകൊണ്ട് ഇവർക്കൊക്കെ തിരിച്ചടി നൽകാൻ നമുക്ക് കഴിയണം. നാട് നശിക്കുകയാണ്. കടം കൊണ്ട് കേരളം പൊറുതിമുട്ടുകയാണ്. 4 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ കടം. ജനിക്കുന്ന ഒരു കുഞ്ഞ് 1,10,000 രൂപ കടക്കാരനാണ്. ഒരു നാട് കടം കൊണ്ട് പൊറുതിമുട്ടുന്നു. നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയാത്തവർ. നിങ്ങൾക്കറിയാമല്ലോ, ആന ചവിട്ടിയിട്ട് ഒരു മനുഷ്യൻ വയനാട്ടിൽ മരിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഹെലികോപ്റ്ററിന് ഉത്തരവിട്ടത് ബാംഗ്ലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവരാനാണ്. ചാലക്കുടിയിൽ 80 ലക്ഷം രൂപ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ ഒന്നും ഉണ്ടായിരുന്നത്ര. സർക്കാരിന്റെ ഹെലികോപ്റ്റർ. കാരണം എല്ലായിടത്തും ഭരണരംഗത്ത് വൻ പരാജയം. ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നാട്ടുകാരൊക്കെ എന്തോ ആകട്ടെ, എനിക്ക് വിരോധമില്ല, ഞാൻ സുരക്ഷിതനായാൽ മതി എന്ന രീതിയിൽ നടക്കുകയാണ്. അതാണ് നിങ്ങൾക്കറിയാത്തത്. എത്രയെത്ര മുഖ്യമന്ത്രിക്കാരന്മാരെ കണ്ടവരാണ് നമ്മൾ. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതിയത്, കണ്ണൂരിൽ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയുടെ സെക്യൂരിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഞാൻ രാത്രി ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ട്രെയിനിൽ കിടന്നുറങ്ങുകയാണ്. രാത്രി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉണർന്നപ്പോൾ തൊട്ടടുത്ത സീറ്റിൽ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ കിടന്നുറങ്ങുന്നു. ആരാണെന്നറിയാൻ ഞാൻ എഴുന്നേറ്റുമ്പോൾ പരിചിതമായ മുഖം നോക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഉടനെ സെല്യൂട്ട് അടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, സെല്യൂട്ട് നാളെ അടിച്ചാൽ മതി, താൻ അവിടെ കിടന്നോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാ നിർഭയനായി
ഈ ട്രെയിനിൽ ഈ കമ്പാർട്ട്മെന്റിൽ കിടന്നിറങ്ങുന്നു. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരെ കണ്ട നാടാണ് സഖാവ് പിണറായി വിജയൻ. ഈ കേരളം എന്ന കാര്യം അങ്ങ് മറക്കരുത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇന്ന് എന്തിനാണ് ഇത്ര പട്ടാളം, എന്തിനാണ് ഇത്ര പോലീസ്? ഞങ്ങൾക്കറിയാത്തതാണ്. സ്റ്റാലിനെ കുറിച്ച് പറയാറുണ്ട്, ലെനിന് ശേഷം റഷ്യയുടെ ഭരണം ഏറ്റെടുക്കേണ്ടത് ട്രോട്സ്കി ആയിരുന്നു അത്രേ. ട്രോട്സ്കി വിദേശത്തായിരുന്ന സമയത്ത് തന്ത്രപൂർവ്വം ഭരണം പിടിച്ചടക്കിയ സ്റ്റാലിൻ പിന്നീട് ട്രോട്സ്കിയെയും അനുയായികളെയും കൊന്നതിന് ശേഷം വലിയ ഭീതിയോടുകൂടി ജീവിച്ചിരുന്ന റഷ്യയെക്കുറിച്ച് പറയാറുണ്ട്. അതുപോലെ താൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് തനിക്ക് വന്ന അപജയത്തിന്റെ ഭീതി പിണറായി വിജയൻ അലട്ടുന്നുണ്ടോ എന്ന് ഈ കേരളം ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ വലുതാണ്, അവരുടെ പ്രശ്നങ്ങൾ വലുതാണ്. കേരള വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ നിലവാര തകർച്ചയാണ് ഒരു കാലത്ത് ചർച്ച ചെയ്തത് എങ്കിൽ എൻ്റെ മക്കളെ സ്കൂളിലേക്ക് അയച്ചാൽ, കോളേജിലേക്ക് അയച്ചാൽ ജീവനോടുകൂടി തിരിച്ചെത്തില്ല എന്ന് പറയുന്നൊരു പരുവത്തിലേക്ക് കേരളം എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ പാഠം പഠിപ്പിക്കാൻ കിട്ടിയ ഈ അവസരം ഭംഗിയായി വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ മുന്നണി നടത്തുന്ന ഈ പോരാട്ടം വളരെ പ്രധാനമാണ്. നമ്മുടെ ഓരോ സ്ഥാനാർത്ഥിയും ബെന്നി ബെഹനാനെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബെന്നി ബെഹനാൻ കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നിയമസഭയിൽ മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിലാകട്ടെ എവിടെയാകട്ടെ പരിചയപ്പെടുത്താൻ ഒരാമുഖമില്ലാത്ത വിധം നിങ്ങൾക്കിടയിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ വോട്ട് ഓരോന്നും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ശ്രീ അനൂപ് ജേക്കബ് MLA. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, സന്നിഹിതരായിരിക്കുന്ന നേതാക്കളെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് അതിൻ്റെ ആദ്യത്തെ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയങ്ങൾ UDFന് സമ്മാനിച്ച ഒരു നിയോജക മണ്ഡലമാണ് ചാലക്കുടി. അതേ തിളക്കമാർന്ന വിജയം ഇപ്രാവശ്യവും ചാലക്കുടിയിൽ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാനിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടുന്നത്. ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിനും കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെയൊക്കെ പൊതുവായ രാഷ്ട്രീയ ഇടപെടലുകളിലുമൊക്കെ ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ബോധ്യത്തോടെയാണ് വീണ്ടും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ, വോട്ടർമാരെ നമ്മൾ ഓരോരുത്തരും സമീപിക്കുന്നത്. സ്നേഹിതരെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വേദിയിലുണ്ട്. സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ട് കടന്നു വരും. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒന്നാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തെ നമ്മൾ നോക്കിക്കാണുകയാണ്. പക്ഷേ ഇന്നിവിടെ നിൽക്കുമ്പോൾ രാജ്യം നേരിടാൻ പോകുന്ന ഈ 2024 നേരിടാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാജി അടക്കമുള്ള ഒട്ടനവധി വിഷയങ്ങൾ
ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവത്തെ നിലനിർത്തുവാൻ, നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ ജനാധിപത്യത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന വർദ്ധിതമായ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓരോരുത്തരുടെ കൈകളിൽ നിലകൊള്ളുന്നത്. ഈ രാജ്യത്തെ നയിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടാവുക എന്നത് കാലം നമ്മളെ ഏൽപ്പിക്കുന്ന വലിയ ദൗത്യമാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് എളുപ്പമാർന്ന ദൗത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഒരേ മനസ്സോടെ നമുക്ക് മുമ്പോട്ട് പോയാൽ, ഒരേ ചിന്തയോടെ നമുക്ക് മുമ്പോട്ട് പോയാൽ, പലതരത്തിലുള്ള പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെയുള്ള കുത്തുകൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടും നേരിട്ടുകൊണ്ടും ഇരിക്കുകയാണ്. പക്ഷെ അതൊന്നും നമ്മളെ തളർത്തുന്നില്ല. അത്തരത്തിലുള്ള കുത്തുകൾ കൂടുതൽ വർദ്ധിതമായ ഐക്യം UDFിലും കോൺഗ്രസിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാട്ടുവാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ നല്ല നാളുകളിലേക്ക് നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുമ്പോൾ തന്നെ ഇന്ന് രാജ്യത്തെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ചിത്രവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാജ്യത്തിൻ്റെ മതേതരം ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലും സമാനമായ സ്വഭാവത്തിലുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇന്നരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം, ജനാധിപത്യ ധ്വംസനമടക്കം ഇന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി നമുക്ക് എണീറ്റ് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലകൊള്ളുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ആവേശം തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ നിലനിർത്തി പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാനെ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. സ്നേഹിതരെ, ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പൊതുവായ സ്ഥിതിവിശേഷങ്ങൾ എത്രയോ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. കാർഷിക മേഖലയിലെ തകർച്ച, വ്യാപാരിക മേഖലകളടക്കം ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നത്, കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്ന അടക്കമുള്ള എത്രയോ വിഷയങ്ങൾ. ഇന്ന് കേരളത്തിൽ ഒരു സാധാരണ മനുഷ്യന് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് ഉടലെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ആശങ്ക നേരിടുന്നത് കർഷക ജനവിഭാഗങ്ങളെയാണ്. വിലയിടിവ്, വിളനാശം അടക്കമുള്ള പ്രശ്നങ്ങളുടെ മുന്നിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന കർഷകർ ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിലായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ 3 മാസം പിന്നിടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ 8 കർഷകരുൾപ്പെടെ 8 പേരാണ് കേരളത്തിലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുരുതരമായ ചിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ ഗവൺമെന്റ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നടത്തുന്നത്. ഈ ഗവൺമെന്റിന് യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ഇടപെടുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ ഉയർന്നു വരുന്ന സമരങ്ങൾക്ക് നേരെ ഈ സർക്കാരിന്റെ സമീപനം എന്താണ്?
അതിനെതിരെ ജനാധിപത്യ രീതിയിൽ ശബ്ദിക്കുമ്പോൾ, അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുമ്പോൾ പ്രിയപ്പെട്ട ജോസഫ് സാറ് വേദിയിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹിതരെ, അതടക്കമുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഈ സർക്കാരിന്റെ സമീപനം ഇവിടെ എത്തി നിൽക്കുന്നു. SFIയുടെ ആക്രമണത്തിൽ കേരളത്തിലെ ക്യാമ്പസുകൾ കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുവരികയാണ്. ഇത്തരത്തിലുള്ള എത്രയോ വിഷയങ്ങൾ ഇന്ന് കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. വിലക്കയറ്റം കൊണ്ട് ജനം നട്ടം തിരിയുമ്പോൾ നമ്മുടെ പൊതുവിതരണ സംവിധാനങ്ങൾ നിശ്ചലമായിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പോലീസ് സേനയെ പരിപൂർണമായും രാഷ്ട്രീയവൽക്കരിച്ച ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. സ്നേഹിതരെ, എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റിലാണ് നമ്മൾ വിജയിച്ചതെങ്കിൽ ഇത്തവണ 20 സീറ്റിലും വിജയിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് വോട്ടുകളാക്കി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. അത് കൃത്യമായി ഏറ്റെടുത്ത് ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാന് ഏറ്റവും വലിയ വിജയം നേടിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗത്തിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ചാലക്കുടി പാർലമെന്റ് UDF കമ്മിറ്റിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ മുൻ MLA ശ്രീ PJ ജോയി അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുടെ, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാനടക്കം ശ്രീ PJ ജോസഫ്, ശ്രീ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി അടക്കമുള്ള നേതാക്കൾ എല്ലാവർക്കും തൃശ്ശൂരിൽ നടക്കുന്ന കൺവെൻഷനിൽ കൂടി പങ്കെടുക്കാനുള്ളതുകൊണ്ട് ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ കടക്കുന്നില്ല. ഞാനാണെങ്കിൽ സ്വാഗത പ്രസംഗം പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു സ്വാഗത പ്രസംഗം നടത്താൻ നമുക്ക് നിയോഗം കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി പറയുന്നില്ല. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഈ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും നടക്കുന്ന കിരാത ഭരണങ്ങൾക്കെതിരെ വിധി എഴുതാനുള്ള ഒരവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാം അതിന് വീടാന്തരം കയറി ഇറങ്ങി ഇന്ന് ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുവാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളുടെ ഒരു കൺവെൻഷനാണിത്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ നമ്മുടെ MLA ശ്രീ റോജി M. ജോണാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ മുത്തലീബ്, ശ്രീ മുഹമ്മദ് ഷിയാസ്, ശ്രീ KP ധനപാലൻ, ഞാനൊരു അറ്റത്ത് അങ്ങോട്ട് പറയാൻ ബഹുമാനപ്പെട്ട ശ്രീ PJ ജോസഫ്, ഞാൻ പറഞ്ഞല്ലോ സ്വാഗത പ്രസംഗം പറഞ്ഞിട്ട് നാള് പറയായിരുന്നു, അതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. പ്രിയപ്പെട്ട ജബി മേത്തർ, പ്രിയങ്കരനായ മൊഹോന്ന് കാണട്ടെ, ജോസ് വള്ളൂർ നമ്മുടെ DCC പ്രസിഡന്റ്, ഞാനിനി പറയുന്നില്ല, പ്രിയങ്കരായ MLA-മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉദ്ഘാടകൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാൻ, ബഹുമാനായ PJ ജോസഫ് സാർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ജോയിച്ചേട്ടൻ സ്വാഗത പ്രസംഗം പറഞ്ഞ് കുറേ നാളായി, അതുകൊണ്ട് ചുരുക്കി പറഞ്ഞത്. ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം സ്ഥിരമായി പറയുന്നത് കൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. എന്തായാലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് തൃശ്ശൂരിൽ നടക്കുന്ന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യേണ്ടുന്നതാണ്. ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം
ഒരു MP ഏത് തരത്തിൽ ആയിരിക്കണം, തൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ഏതൊരു സമയത്തും കൂടെ നിന്ന് പ്രവർത്തിച്ച് നമുക്ക് മാതൃകയായിട്ടുള്ള ആളാണ് പ്രിയങ്കരനായ ശ്രീ ബെന്നി ബെഹ്നാൻ. അതിനു മുൻപ് നമുക്ക് 5 വർഷം ഇവിടെ വേറൊരു MP ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് മഷിയിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കാത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു ചാലക്കുടിക്ക് അതിന് മുൻപുണ്ടായിരുന്നത്. ശ്രീ ബെന്നി ബെഹ്നാൻ ചാലക്കുടിയുടെ MP ആയി വന്നതിന് ശേഷം നമ്മളോടൊപ്പം ഇവിടുത്തെ ഏതൊരാവശ്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുകയും ഇന്ത്യൻ പാർലമെന്റിൽ ഈ നാടിൻ്റെ ശബ്ദമായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെയും പിണറായി വിജയൻ സർക്കാരിനും എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ 20-20 മാത്രം, 20 ഔട്ട് ഓഫ് 20 മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുള്ള പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിന്റെ കരുത്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുകളെ സാദരം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ അങ്കമാലിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ റോജി M. ജോൺ, വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മളൊരു വലിയ യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ഇവിടെ റോജി ജോൺ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു വിട്ടുവീഴ്ചയുമില്ല. 20-20 സീറ്റ് നേടിയിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം തിരിച്ചു വരാൻ കഴിയും. നിങ്ങൾക്കറിയാം, നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനുമെതിരായിട്ടുള്ള രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ബലം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അവിടെ നമ്മൾ ഫാസിസത്തിനെതിരായി പോരാടുമ്പോൾ അതിനർത്ഥം കേരളത്തിൽ ഫാസിസത്തിൻ്റെ വേറൊരു പതിപ്പുണ്ടാക്കുക എന്നതല്ല. ഫാസിസത്തിൻ്റെ പതിപ്പാണ് കേരളം ഭരിക്കുന്നത്. അതിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം. ഇത് രണ്ടുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്താണ് അവർ പറയുന്നത്? ദേശീയ തലത്തിൽ മോഡി ഗ്യാരണ്ടി, മോഡിയുടെ ഉറപ്പാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണ്ടേ, എന്തെല്ലാം ഗ്യാരണ്ടിയാണ് 10 കൊല്ലം മുമ്പ് നമുക്ക് തന്നത്? മോഡി എന്തെല്ലാം ഗ്യാരണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് 10 വർഷം മുമ്പ് തന്നത്? ഒരാളുടെ വാക്കാകണമെങ്കിൽ വാക്ക് പാലിച്ചിരിക്കണം, ഇല്ലെങ്കിൽ വാക്ക് പഴയ ചാക്കാവും. ഇവിടെ നമുക്ക് പരിശോധിച്ചാലോ, ആദ്യത്തെ ഗ്യാരണ്ടി എന്താണ്? മോഡിയുടെ ഗ്യാരണ്ടി പാചകവാതകത്തിൻ്റെ വില കുറയ്ക്കും. നമ്മൾ ഭരിക്കുമ്പോൾ 400 രൂപയുണ്ടായിരുന്ന പാചകവാതകം ഇന്ന് 1200 രൂപയാണ്. അത് ഇലക്ഷൻ വർഷമായതുകൊണ്ടാണ്. ഇലക്ഷൻ കഴിഞ്ഞ് അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായ 1500 അടുത്ത പോലെ 2000. മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ ഗ്യാരണ്ടി ഇതായിരുന്നു, പാചകവാതകത്തിൻ്റെ വില കുറയ്ക്കും. പാചകവാതകത്തിൻ്റെ വില 300% വർദ്ധിപ്പിച്ചു. ഇതാണ് ഇയാളുടെ വാക്ക്. രണ്ടാമത്തെ വാക്ക്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അന്ന് എത്രയായിരുന്നു? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വില നിന്ന സമയത്ത് 35 രൂപ 40 രൂപയായിരുന്നു നമ്മുടെ നാട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു. ഇപ്പം എത്രയാ ഇന്ത്യയിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില? 100 രൂപ കടന്നു അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഗ്യാരണ്ടി. അപ്പോൾ വാക്കാണോ പഴയ ചാക്കാണോ? മൂന്നാമത്തത്, തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കും. ഈ നാട്ടിലെ മൂന്നാമത്തെ ഗ്യാരണ്ടിയാണ്. ഈ നാട്ടിലെ കണക്ക് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സമയമായി ഈ കഴിഞ്ഞ 5 വർഷം മാറി. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. സർക്കാരിന്റെ കണക്കുകളാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കുകളാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ
ഏറ്റവും കൂടി നിന്ന കാലം. അപ്പൊ മൂന്നാമത്തെ ഗ്യാരണ്ടി. നാലാമത്തെ ഗ്യാരണ്ടി, കർഷകർക്ക് അവരുടെ വരുമാനം ഇരട്ടിയാക്കും. കർഷകർ ഡൽഹിയിലാണ്, പുറം പൊളിച്ചു വച്ചിരിക്കുകയാണ്. കർഷകരുടെ ലാത്തി അടി, അവരുടെ തലയ്ക്ക് മീതെ ഡ്രോണിൽ ഗ്രാനേഡ് എറിയാണ്. ഏത് കർഷകന്റെയാണ് പ്രതിഫലം ഇരട്ടിയായത്? എല്ലാ കർഷകനും ഈ രാജ്യത്തുടനീളം പ്രതിസന്ധിയിലാണ്. കർഷക ആത്മഹത്യകളാണ്. കാർഷിക വൃത്തിയിൽ നിന്ന് ജനങ്ങൾ പിന്തിരിയുകയാണ്. പിന്നെ ഒരു അഞ്ചാമത്തതുണ്ട്, അത് നമ്മളന്ന് സീരിയസ് ആയിട്ട് എടുത്തില്ല. അഞ്ചാമത്തെ ഗ്യാരണ്ടി എന്താ? ഗ്യാരണ്ടി കള്ളപ്പണം മുഴുവൻ വിദേശത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് അത് വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് 15 ലക്ഷം രൂപ വെച്ച് തരും. കിട്ടിക്കാണുമല്ലോ അല്ലേ? കിട്ടിയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേ. പച്ചയ്ക്ക് പറഞ്ഞതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോയ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. വ്യാവസായിക മേഖലയുണ്ട്, ശാസ്ത്ര സാങ്കേതിക മേഖലയുണ്ട്, നിരവധി മേഖലയുണ്ട്, സമ്പദ് വ്യവസ്ഥയുണ്ട്. തകരുന്ന സമ്പദ് വ്യവസ്ഥ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വലുതായതിന്റെ വലിയ കഥകളുണ്ട്. ഇന്ത്യയിലെ 90% ആളുകളുടെയും സ്വത്തുക്കൾ, അതിന് തുല്യമായ സ്വത്തുക്കൾ ഇന്ത്യയിലെ 2% ആളുകളുടെ കയ്യിലുണ്ട്. അടുത്ത മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായിരുന്ന അദാനിയുടെ സാമ്രാജ്യത്തിന്റെ കണക്കും 10 വർഷം നരേന്ദ്രമോദി അധികാരത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞപ്പോഴുള്ള മോഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദാനിയുടെ ഇപ്പോഴത്തെ കണക്കും പറയാം. പിന്നെ വരുമ്പോൾ നിങ്ങൾ തലചുറ്റി വീഴും. ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ മുഴുവൻ സ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി. നിങ്ങൾ ഒരു 50,000 രൂപയും 5 ലക്ഷം രൂപയും ലോൺ എടുത്താൽ 3 മാസം തുടരെ തിരിച്ചടച്ചില്ലെങ്കിൽ കിട്ടാക്കടമായി പ്രഖ്യാപിക്കും നിങ്ങളുടെ അക്കൗണ്ട്, NPA ആവും. പിന്നെ റിക്കവറി നടപടികളാണ്. സർഫാസി ആക്ട്, ഡെറ്റ് ട്രൈബ്യൂണൽ, നിങ്ങളുടെ കിടപ്പാടവും കൃഷിയിടവും ജപ്തി ചെയ്യപ്പെടും, ഇല്ലേ? പക്ഷെ മോഡിയുടെ ഇന്ത്യയിൽ 5,000 കോടി രൂപ വായ്പ എടുത്താൽ, 10,000 കോടി വായ്പ എടുത്താൽ, 20,000 കോടി വായ്പ എടുത്താൽ തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർ ന്യൂയോർക്കിൽ പോയി, ലണ്ടനിൽ പോയി താമസിക്കുകയാണ്. നിങ്ങൾ കേട്ടാൽ 15 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ധനികന്മാർ ഈ പണം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്തത്. ഈ പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ ബാങ്കുകൾ ഷട്ടറിടും. പണം എവിടെന്നാ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്? നമ്മുടെ നികുതി പണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതലുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ടായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തൊലക്കിയാണ്, രാജ്യത്തെ തൊലക്കിയാണ്. ഇവർ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. അവർ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുകയാണ്. ഹിന്ദുക്കളെ സ്നേഹിക്കാനൊന്നുമല്ല, വോട്ട് കിട്ടണം, വേറൊന്നുമില്ല. ഇപ്പോ ക്രിസ്മസിൽ BJP-ക്കാർ എല്ലാ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ കേക്ക് കേട്ട് വന്നു. നല്ല കാര്യം. രാജ്യത്ത് ഈ കഴിഞ്ഞ 3-4 വർഷക്കാലം ക്രൈസ്തവർക്കെതിരായി നടന്ന ആക്രമണങ്ങളുടെ റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ആയിരക്കണക്കിന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുകയാണ്. മണിപ്പൂരിൽ 254 ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചു. 100 കണക്കിന് പേർ കൊല ചെയ്യപ്പെട്ടു. പച്ചയ്ക്ക് കത്തിച്ചു ആളുകളെ. മതസ്ഥാപനങ്ങൾ കത്തിക്കിരയാക്കി, അഗ്നിക്കിരയാക്കി. പാവങ്ങൾ കുഞ്ഞുങ്ങളെയും മാറോടടക്കി പിടിച്ച് ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്തു. ഈ തൃശ്ശൂർ കല്യാണത്തിന് വന്ന നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ മണിപ്പൂരിലൊന്ന് പോയോ? അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ പോയോ? പാവപ്പെട്ടവർ, ഈ രാജ്യത്തൊരു സംസ്ഥാനമാണ് മണിപ്പൂർ. അവിടെയാണ് 10,000 ഭയവിഹ്വലരായി ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയി നിങ്ങൾ ധൈര്യമായിരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞോ? അവിടെ പോയതാരാ? ആ മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ, തീ അണയാത്ത മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ, വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ പോയി ഈ പാവങ്ങളെ, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീ രാഹുൽ ഗാന്ധി. അവിടെ ഒരു പാർട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ഫാസിസത്തിനും വർഗീയതയ്ക്കും നമുക്ക് മറുപടി പറയാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഫാസിസത്തിന്റെ പതിപ്പ് കേരളം ഒരു മുടിഞ്ഞ തറവാട് പോലെയാക്കി ഇവർ മാറ്റി. 7 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് 55 ലക്ഷം പേർക്ക്. നിങ്ങൾ ഓർത്തോളം, 55 ലക്ഷം കുടുംബങ്ങളാണ്. ഭിന്നശേഷിക്കാർ, വാർദ്ധക്യം ബാധിച്ചവർ, അഗതികൾ, വിധവകൾ, ഒരു നേരത്തെ മരുന്നിന് നിവർത്തിയില്ലാത്തവർ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തവർ, 55 ലക്ഷം പേർ. അത് 55 ലക്ഷം കുടുംബങ്ങളാണ് എന്ന് നിങ്ങൾ അറിയണം. പിന്നീട് ഇപ്പോ ജനപ്രതിനിധികൾക്കറിയാം, ഒരു പെൻഷനേ ഉള്ളൂ. ക്ഷേമനിധി പെൻഷൻ ഉണ്ടെങ്കിൽ ഈ പെൻഷൻ ഇല്ല. എന്താ ക്ഷേമനിധി? 15 മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ആണോ? കർഷക തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് എത്രയായി? അംഗൻവാടിയിലെ ക്ഷേമനിധിക്ക് കാശ് കിട്ടിയിട്ട് എത്ര നാളായി? മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി എത്ര നാളായി? 10, 40, 45, 50 ലക്ഷം പേർ ക്ഷേമനിധിയിൽ നിന്ന് ഒരു ആനുകൂല്യവും കിട്ടാതെ കേരളത്തിൽ കഴിയുന്നു. 1 കോടി കുടുംബങ്ങളാണ്. 1 കോടി കുടുംബങ്ങൾ നിവർത്തിയില്ലാതെ ഇത് മാത്രം കിട്ടി ജീവിച്ചിരുന്ന കുടുംബങ്ങൾ ഈ സർക്കാർ പ്രയാസത്തിലാക്കിയത്. അവർ കേരളത്തെ തകർത്തു. എല്ലാ സ്ഥാപനങ്ങളും തകർത്തു. സപ്ലൈകോയിൽ ഒരു സാധനമില്ല. ഉണ്ടോ? വിതരണക്കാർക്ക് കാശ് കൊടുത്തിട്ടില്ല. KSRTC ബസ് മര്യാദയ്ക്ക് ഓടുന്നില്ല. വൈദ്യുതി ചാർജ് 2 പ്രാവശ്യം കൂട്ടി, വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില ഇരട്ടിയാക്കി. രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയാക്കി കേരളത്തെ മാറ്റി. ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥാപനം, മര്യാദയ്ക്ക് പോകുന്ന ഒരു സ്ഥാപനം 50,000 രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ ചെക്ക് പാസ്സാവില്ല. അതായത് പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാൽ കാശ് കൊടുക്കാനില്ലാത്ത സർക്കാരാ കേരളം ഭരിക്കുന്നത്. ഒരു ഓട പണിതാൽ അതിന്റെ ബില്ല് കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ് കേരളത്തിൽ. അഴിമതിക്കൊരു കുറവുമില്ല, ധാർഷ്ട്യത്തിനൊരു കുറവുമില്ല, ധിക്കാരത്തിനൊരു കുറവുമില്ല. എവിടെ പോയി അന്വേഷണം? എവിടെ പോയി കരുവന്നൂരിലെ ED അന്വേഷണം? എവിടെ പോയി മാസപ്പടി അന്വേഷണം? എന്തേ സുപ്രീം കോടതിയിൽ SNC ലാവലിന്റെ കേസെടുക്കാത്തത്? 38 തവണയാണ് മാറ്റിവെച്ചത്. 39ാമത്തെ തവണ ഇരിക്കുകയാണ്. കരുവന്നൂരിലെ ED അന്വേഷണം ഒരു പിടിയില്ലാത്ത എങ്ങോട്ട് പോയി? അവർ സംഘപരിവാർ സർക്കാരുമായി ധാരണയിലാണ്, രഹസ്യ ബാന്ധവമാണ്. പിണറായി വിജയനെ തൊടില്ല കേന്ദ്ര ഏജൻസി. എന്താ കാര്യം? പിണറായി വിജയന് ക്ഷീണം വന്നാൽ ആർക്കാണ് ഗുണം കിട്ടുന്നത്? BJPക്കാണോ? അല്ല, അത് കോൺഗ്രസിനും UDF-നുമാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ധാരണയാണ്, പരസ്പര ധാരണയാണ്. നിരവധി തെളിവുകൾ നമുക്ക് ഹാജരാക്കാം. നിരവധി തെളിവുകൾ കൊണ്ടുവരാം. അവർ തമ്മിൽ ധാരണയാണ്. മാസപ്പടി കേസ് അന്വേഷിക്കുന്നില്ലല്ലോ. എവിടെ പോയി അത് അന്വേഷിച്ചിരുന്ന കേന്ദ്ര ഏജൻസി? എന്ത് ബഹളമായിരുന്നു? ഒരുത്തനെയും കാണാനില്ല. എവിടെ പോയി സ്വർണ്ണ കള്ളക്കടത്ത് കേസ്? ലൈഫ് മിഷൻ കോഴ കേസ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി, ശിവശങ്കർ. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയാൾ അറസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ചെയ്യണ്ട. ലൈഫ് മിഷന്റെ ചെയർമാനെ ഒന്ന് മൊഴിയെടുക്കണ്ടേ? കേന്ദ്ര ഏജൻസി എടുത്തോ? ഒരു മൊഴിയെടുത്തോ? ലൈഫ് മിഷന്റെ ചെയർമാൻ അറിയാതെ ആ കോഴ നടക്കുക? കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കപ്പെടുമോ? അയാൾ അറിയാതെയാണ് നടന്നെങ്കിൽ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഇപ്പൊ പറയാണെന്നല്ലേ, നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ ആരോ BJP പോയെന്നാ പറയുന്നത്. നിങ്ങൾക്ക് ഇവരൊക്കെ പണ്ട് തിരിച്ചറിയായിരുന്നല്ലേ? ചാലക്കുടിക്കാർ നേരത്തെ തിരിച്ചറിഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു, വെറുതെ അല്ല പണ്ട് നമ്മൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ 1.25 ലക്ഷം വോട്ടിന് നിങ്ങൾ തോപ്പിച്ചത്. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായല്ലേ? ഇനി ചാലക്കുടിക്കാരോട് ചോദിക്കണം, രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്. വളരെ ബുദ്ധിശാലികളായ ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് ഒരാൾ പോയപ്പോൾ പറയുകയാണ് നാണം കെട്ട പാർട്ടിയാണ്. ഈ പിണറായി വിജയൻ
സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് CPM-ന്റെ കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോനെ, കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ്, എടപ്പള്ളി പോലീസ് ആക്രമണ കേസിലെ പ്രതി, പാർട്ടി വിട്ട് BJP പോയി BJP സ്ഥാനാർത്ഥിയായി. അപ്പം ഞാൻ ഇയാൾ പറഞ്ഞ പോലെ അയാളുടെ പാർട്ടി നാണം കെട്ടാണെന്നും ഇയാൾ പറയണം, നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ അയാൾ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇയാൾ MLA ആക്കി ഒരാളെ കൊണ്ടുവന്നു. ആരാണ്? അൽഫോൻസ് കണ്ണന്താനം. ഒരു ദിവസം നോക്കിയപ്പോൾ അയാൾ BJP-യിൽ ഇരിക്കുന്നു, പിന്നെ കേന്ദ്രമന്ത്രിയാവുന്നു. എന്നിട്ട് ഈ ആൾ, ഞാൻ പൂരിപ്പിക്കുന്നില്ല, ഈ പാർട്ടി സെക്രട്ടറി പിന്നെ മുഖ്യമന്ത്രിയായപ്പോൾ ഡൽഹിയിൽ പോയി ലഞ്ച് കൊടുത്തു. ഏത്? CPM-ന്റെ MLA കാലുമാറി BJP ചേർന്നതാണ് അൽഫോൻസ് കണ്ണന്താനം. അന്ന് പുള്ളിക്ക് നാണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളോട് ചോദിക്കും നാണം ഉണ്ടോ? ആ ബംഗാളില് ഒറ്റ ഒരുത്തനില്ല പാർട്ടിയിൽ, ഒക്കെ പോയി BJP-യിൽ. ത്രിപുരയിൽ പോയി, തൃണമൂൽ കോൺഗ്രസിലും പോയി. ഞാൻ പണ്ട് കൽക്കട്ടയിൽ പോയപ്പോഴുള്ള പാർട്ടി ബോർഡൊക്കെ ബെന്നിച്ചേട്ടനൊക്കെ അറിയാം. ആ ബോർഡൊക്കെ ഇപ്പൊ BJP-യുടെ പേരാണ് വെച്ചിരിക്കുന്നത്. BJP ഓഫീസാണ്. CPM-ന്റെ ഓഫീസ് കൂടി വിട്ടുകൊടുത്ത് എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഈ വർത്തമാനം പറയുന്നത്. 1977 മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ MLA ആയി കേരളത്തിലെ നിയമസഭയിൽ എത്തിയത് RSS-ന്റെ വോട്ട് കൊണ്ടാ. RSS-ന്റെ വോട്ട് മറക്കണ്ട. ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോയൊക്കെ ഉണ്ട്. അന്ന് RSS നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ കൂത്തുപറമ്പ് വോട്ട് ചോദിച്ചതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, എടുപ്പിക്കണ്ട ഒന്നും. നിങ്ങളുടെ ഭൂതകാലം പറയിപ്പിക്കണ്ട. ഞാൻ അവസാനിപ്പിക്കുക. ഇവർക്കൊക്കെയുള്ള ചുട്ട മറുപടിയാണ്. ഒരു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യൻ കൊല ചെയ്യപ്പെട്ടു. ഈ ക്രിമിനലുകൾ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. എന്നെ അത്ഭുതപ്പെടുത്തിയത്, തിരിച്ചമ്മയെ കാണാൻ വീട്ടിലേക്ക് വരികയാണ് ആ കുട്ടി. കൊച്ചിയിലെത്തിയപ്പോ ഫോണിൽ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു. അവനറിയാം തിരിച്ചു ചെന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം. അവനെ ക്രൂരമായി മർദ്ദിക്കുമെന്നറിയാമന്. എന്നിട്ടും അവൻ തിരിച്ചുപോയി. അത്ര ഭീതിയായിരുന്നു ആ കുഞ്ഞിന്റെ മനസ്സിൽ. തിരിച്ചു പോയില്ലെങ്കിൽ എന്നെ കൊന്നുകളയും എന്ന് അവൻ അറിയാമായിരുന്നു. അതാണ് അമ്മയെ കാണാൻ പോയ മകൻ തിരിച്ചു ചെന്നാൽ അടി കിട്ടുമെന്ന് അറിഞ്ഞിട്ടും പേടിച്ച് തിരിച്ചു പോയത്. 130 കുട്ടികൾ കണ്ടു നിൽക്കുമ്പോഴാണ് ക്രൂരമായി ആ കുഞ്ഞിനെ തല്ലിയത്. ഒരാൾ പോലും ഭീതി കൊണ്ട് പുറത്തു പറഞ്ഞില്ല. നിങ്ങൾ ആലോചിക്കണം, എത്ര ക്രൂരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ ക്രിമിനലുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. എന്നിട്ടും ഇവർ പഠിച്ചില്ല. ഇന്നലെയും ഇന്നും കേരള സർവകലാശാല യുവജനോത്സവം നടക്കുന്ന സ്ഥലത്ത് KSU പുതിയതായി ജയിച്ച 40-50 കൊല്ലം കൂടി ഇവരിൽ നിന്ന് പിടിച്ച കോളേജ് യൂണിയൻ ഭാരവാഹികളെ ക്രൂരമായി തല്ലുക, അടിച്ചു. നമ്മുടെ എത്രയോ കുട്ടികളാണ് ആശുപത്രിയിൽ കിടന്നത്, ക്രൂരമായ മർദ്ദനമേറ്റ്. എത്ര പേരാണ് ജയിലുകളിൽ പോയത്. നമുക്ക് അതിനൊക്കെ പകരം ചോദിക്കണ്ടേ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുത്തനെയും നമ്മൾ വെറുതെ വിടില്ല. ഒരുത്തനെയും, എല്ലാവന്റെയും പുറകിൽ നമ്മൾ ഉണ്ടാകും. നമുക്കതിന് ശക്തി വേണം. ഒരുമിച്ച് നിന്ന് ഒരു ടീമായി നിന്നുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും നേടണം. ഇവിടെ ചാലക്കുടി നിയോജക മണ്ഡലം നമ്മുടെ ഉറച്ച കോട്ടയാണ്. നമ്മുടെ പ്രിയങ്കരനായ ബെന്നി ബെഹനാൻ റോജി ഇവിടെ പറഞ്ഞല്ലോ, 5 കൊല്ലം എന്തായിരുന്നു പ്രവൃത്തി സമയം? 24/7, 7 ദിവസവും 24 മണിക്കൂർ ജനങ്ങളുടെ കൂടെയായിരുന്നു ഈ MP. എപ്പോഴും എവിടെ നോക്കിയാലും കാണാമായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം അവിടെ ഓടിയെത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എല്ലാ പോരാട്ടങ്ങളുടെയും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ഒരിക്കലും പുറകിലായിരുന്നില്ല. എല്ലാവരുടെയും ബെന്നിച്ചേട്ടൻ, നമ്മളെല്ലാം സ്നേഹത്തിൽ വിളിക്കുന്നത് നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മൾ വിളിക്കുന്ന ബെന്നിച്ചേട്ടൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ജനപ്രതിനിധിയാണ്. ഞാൻ അതെന്തിനാ പറയുന്നത്? കഴിഞ്ഞ കൊല്ലം കൊടുത്ത ഭൂരിപക്ഷം പോരാ. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ ബെന്നി ബെഹനാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടണം. ഇതാണ് വേണമെങ്കിൽ
എറണാകുളവും ചാലക്കുടിയും തമ്മിൽ നമുക്കൊരു മത്സരവും വയ്ക്കാം. റോജി, സാദത്ത് എല്ലാവരും ഉണ്ട് ഇവിടെ, എൽദോസ് എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ പറവൂരിലെ MLA. നമുക്കൊരു നല്ല മത്സരം എറണാകുളവും ചാലക്കുടിയും വേണം. ഞാൻ ഇവരെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഞാനത് നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. ഞാനിവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. എന്നാലും എറണാകുളവും ചാലക്കുടിയും ആയിരിക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന 2 നിയോജക മണ്ഡലങ്ങൾ. എറണാകുളം UDFന്റെ ഉരുക്കുകോട്ടയാണെന്നുള്ള പ്രഖ്യാപനമാകണം നടക്കണം. തൃശ്ശൂരുകൊണ്ട് 3 സീറ്റ്, ജോസ് അവിടെ ഉണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ നമ്മുടെ ടാർഗറ്റ് എത്രയാ? 14-ൽ 14. അതിന്റെ തുടക്കമാകണം ഇവിടെ ഈ പാർലമെന്റ്. ഉജ്ജ്വല വിജയം നേടണം. ആ വിജയം കഠിനാധ്വാനം ചെയ്ത് നേടണം. ഒരു വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം. എല്ലാ വീടുകളിലും പോകണം, പറയണം കാര്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ പോകുന്ന എല്ലാ വീടുകളിലും ഈ ഇരു സർക്കാരിന്റെയും ദുർഭരണം കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും ഇരയായി മാറിയ ഒരാൾ ആ വീട്ടിലുണ്ടാവും. പറയണം, നിങ്ങൾ ഒരാൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ അവരോട് പറയണം, കോൺഗ്രസ് ഈ രാജ്യത്തും സംസ്ഥാനത്തും ഇല്ലാതെ പോയപ്പോൾ ഉണ്ടായ ദുരന്തം എന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. ഉജ്ജ്വലമായ PJ ജോസഫ് സാർ അടക്കമുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ അവസാന സമയം വരെ ഇരിക്കുന്നില്ല. തൃശ്ശൂരിൽ കൂടി എനിക്കും ജോസിനൊക്കെ പോകേണ്ടതാണ്. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ വിജയം ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ബഹുമാന്യരെ, നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കളെല്ലാവരും തന്നെ വേദിയിൽ സന്നിഹിതരാണ്. നമ്മൾ ഈ യോഗം അധികം നീട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ, മുൻ മന്ത്രിയും എല്ലാമായിട്ടുള്ള ആദരണീയനായ PJ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, നിങ്ങളുടെ പ്രിയങ്കരനായ MLA ശ്രീ റോജി M. ജോൺ, ഈ അധ്യക്ഷ വേദിയിലുള്ള പ്രമുഖരായ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെ, നമ്മളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ബെനി ബെഹനാൻ, സഹോദരന്മാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോട് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനും കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരിനുമെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരു ഭരണമുണ്ടോ? സാമ്പത്തികമായി തകർന്ന തരിപ്പണമായിരിക്കും. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, ഇപ്പം ശമ്പളവുമില്ല. അത്യാവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു കയറുകയാണ്. സപ്ലൈക്കോ സാധനങ്ങളില്ല എന്നുള്ള ഒരു പുറമേ സാധനങ്ങളുടെ ലിസ്റ്റിൽ എടുത്ത് എല്ലാത്തിൻ്റെയും വില ഇരട്ടിപ്പിച്ചു. കാർഷികോൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. റബ്ബറിനും നാളികേരത്തിനും ഉൾപ്പെടെ
തങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 കിലോഗ്രാം റബ്ബറിന് 250 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് 10 രൂപ കൂട്ടാനാണ്. ഒരു പ്രയോജനവുമില്ലാത്ത ഒരു പ്രഖ്യാപനം. നാളികേര സംഭരണം നിലച്ചിരിക്കും. വില അല്പം കൂട്ടിയെന്ന് പറഞ്ഞാലും സംഭരണ കേന്ദ്രങ്ങളെല്ലാം കുറഞ്ഞു. അപ്പോൾ അഴിമതി കൊടികുത്തി വാഴുകയാണ്. മാസപ്പടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനെല്ലാം ചുട്ട മറുപടി നൽകേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബെന്നി ബെഹനാൻ ഉഗ്രമായ പോരാട്ടം പാർലമെൻറ്റിനകത്ത് കഴിഞ്ഞ 5 വർഷം നടത്തി. ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു. തന്നെ ഏൽപ്പിക്കുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുമെന്ന് കഴിഞ്ഞ കാലത്ത് തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടാണ് ഞങ്ങളുടെ എത്തിയിരിക്കുന്നത്. കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ അവഗണിച്ച കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇവർക്കെതിരെയുള്ള വലിയ പോരാട്ടം ഓരോ വീട്ടിലും പോയി പ്രവർത്തിച്ച് മുഴുവൻ ആളിലും വന്ന് വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തിന് ശ്രീ ബെന്നിയെ വിജയിപ്പിക്കണം. അതിനായി രാവും പകലും പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായി ഞങ്ങൾ രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഉത്തമ എല്ലാവരുടെയും സുഹൃത്താണ്. അതുകൊണ്ട് എനിക്കൊരു സംശയമില്ല, ഇവിടുത്തെ ആളുകൾ, ഈ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ ആളുകൾ ഓരോരുത്തരും രംഗത്തിറങ്ങി പ്രവർത്തിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തിന് ശ്രീ ബെന്നിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നടന്നുകൊണ്ട് അതെ, ഈ കോവിഡ് ബാധിച്ച് എല്ലാത്തിനെയും അതുകൊണ്ട് അല്ല സ്വരം നല്ല പാട്ട് കൊടുക്കണം. ഒരിക്കൽ കൂടി വൻപിച്ച ഭൂരിപക്ഷത്തിൽ എൻ്റെ പുതിയ സുഹൃത്ത് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, അടുത്തതായി എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ അധ്യക്ഷൻ, ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറെ ആവേശമായിട്ടുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വലിയൊരു പോരാട്ടമാണ്. ഈ പോരാട്ടം രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയും ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയും നടത്തുന്നത്. 10,000-കണക്കിന് കിലോമീറ്റർ നടന്ന് ഈ രാജ്യത്തെ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, ജനങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസ് ഉയർത്തിയ പ്രത്യയശാസ്ത്രവും കോൺഗ്രസിൻ്റെ വികസന നേട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് ജയിച്ചേ മതിയാവുകയുള്ളൂ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കേരളത്തിൽ BJPയും സംഘപരിവാറിനെയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ നാവുകളിൽ നിന്നും അറിഞ്ഞും അറിയാതെയുമായി
കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്നുള്ള സമീപനത്തോടുകൂടി മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് RSSനെയും സംഘപരിവാറിനെയുമാണ്. അവർ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ദുര്യോഗമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ നാടിനെ തകർക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടം കേരളത്തിലെ CPMനോടും ഇന്ത്യയിലെ BJPയോടുമാണ് ഈ പോരാട്ടം. ഈ പോരാട്ടത്തിൽ നമ്മൾക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ബെന്നി ബെഹനാന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും. KPCCയുടെ വൈസ് പ്രസിഡന്റ് കുന്നത്തനാടിന്റെ മുൻ MLA കൂടിയായിട്ടുള്ള ശ്രീ VP സജീന്ദ്രൻ. പ്രിയമുള്ള അധ്യക്ഷൻ റോജി എം ജോൺ MLA, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ MP, പ്രിയപ്പെട്ട PJ ജോസഫ് സാർ അടക്കമുള്ള ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാം ആവേശത്തോടു കൂടിയാണ് ആദ്യ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ബാക്കിയുള്ള 6 നിയോജക മണ്ഡലങ്ങളിലെ കൺവെൻഷൻ കൂടി പൂർത്തിയാകുമ്പോൾ ചാലക്കുടിക്ക് മറ്റൊരു അവകാശിയില്ല, ബെന്നി ബെഹനാൻ തന്നെ നമ്മുടെ അടുത്ത MP എന്ന് വീണ്ടും ഉറപ്പിക്കുന്ന കൺവെൻഷനായി നമ്മുടെ ഈ കൺവെൻഷനെല്ലാം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കൺവെൻഷനിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ. നമ്മളിക്കുറി ബൂത്തുകളിൽ വീടാന്തരം കയറിയിറങ്ങി നമ്മൾ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാവണം. എല്ലാ പ്രാവശ്യവും കോൺഗ്രസിൻ്റെ അഭ്യർത്ഥനകൾ വീടാന്തരം കൊടുത്തു പോകുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രവർത്തകരെ കാര്യങ്ങൾ കുറച്ചുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് രാഷ്ട്രീയ കാലാവസ്ഥകളെല്ലാം അനുകൂലമാണ്. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ജനദ്രോഹ നടപടികളുമായി മാത്രം മുന്നോട്ട് പോവുകയാണ്. ഡൽഹിയിൽ ഇപ്പോഴും കർഷകരായിട്ടുള്ള ആളുകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. കർഷകരിപ്പോഴും സമരം നടത്തുമ്പോൾ ആ കർഷകരുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലെത്തിയിട്ട് പോലും ധാർഷ്ട്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ജനങ്ങളെ വെല്ലുവിളിച്ചു പോകുന്ന ഇപ്പോഴത്തെ NDA സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെയാണ് കേരളത്തിലും പിണറായി വിജയൻ്റെ സർക്കാർ. ഇവിടെ ഉദ്ഘാടകനടക്കം മറ്റ് ഘടകകക്ഷി നേതാക്കളടക്കം ഈ സർക്കാരിൻ്റെ ചെയ്തികളെക്കുറിച്ച് ഓരോന്നായി എണ്ണി പറഞ്ഞു. അവയെല്ലാം നമുക്ക് വീടുകളിൽ എത്തിക്കുവാൻ കഴിയണം. പെൻഷൻ കിട്ടാത്ത ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥിക്ക് പോലും സ്വന്തം ഹോസ്റ്റലിൽ പോയി പഠിക്കുവാൻ പറ്റാത്ത, കോളേജിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഇന്ന് കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷിക്കാർക്ക് പുരയിടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ എണ്ണി പറയുവാൻ എത്രയോ കാരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവയെല്ലാം നടക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നത് പോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദൂർത്തടിച്ചുകൊണ്ട് ഖജനാവിനെ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒരു ഗവൺമെന്റ് ഉണ്ടായതിനു ശേഷം ചരിത്രത്തിലാദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൃത്യസമയത്ത് കൊടുക്കുവാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ സാമ്പത്തികം അടിമുടി തകർത്ത ഈ സർക്കാരിനെതിരെ കൂടിയുള്ള പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പ് മാറണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെല്ലാവരും ഒന്ന് ചൊറ്റക്കെട്ടായി ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ ബെന്നി ബെഹനാന്റെ വിജയത്തിനായി ഒന്നിച്ചു നിന്ന് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നമ്മുടെ സഹപ്രവർത്തകർ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യരെ, നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ്. പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളിൽ, അതുപോലെ തന്നെ ആലുവ MLA ശ്രീ അൻവർ സാദത്ത്, UDFൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, കൺവീനർ ശ്രീ ഷിബു തെക്കുമ്പുറം ഉൾപ്പെടെ ഇവിടെ മറ്റ് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും, നമ്മുടെ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് അശോകൻ, നമ്മുടെ മുൻ MP ചാലക്കുടിയുടെ പ്രിയങ്കരനായ മുൻ MP ശ്രീ KP ധനപാലൻ, ശ്രീ അബ്ദുൾ മുത്തലീബ് ഉൾപ്പെടെ ഇവിടെ ശ്രീ ജെയ്സൺ ജോസഫ്, ശ്രീ IK രാജു, നമ്മുടെ ഘടകകക്ഷി നേതാക്കളായിട്ടുള്ള ശ്രീ C ചന്ദ്രൻ, അതുപോലെ തന്നെ ശ്രീ PR മാണിക്യമംഗലം, മറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും
നേതാക്കന്മാർ എല്ലാവരും തന്നെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. നമ്മൾ ഈ യോഗം അധികം നീട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവരുടെ എല്ലാവരുടെയും ആശംസകൾ ഇവിടെ രേഖപ്പെടുത്താനായിട്ട് അറിയിച്ചതിന് പ്രകാരം അത് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മളോട് ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമുറപ്പിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ബെന്നി ബെഹനാനെ ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലിരിക്കുന്ന ബഹുമാനായ ശ്രീ PJ ജോസഫ് അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ നിൽക്കുന്നത് നന്ദിയോടുകൂടിയാണ്. നന്ദി വീണ്ടും എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച കോൺഗ്രസ് പാർട്ടിയോട്, ഐക്യജനാധിപത്യ മുന്നണിയോട്. മറ്റൊരു നന്ദി ഈ നിർണായകമായ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ, അത് പരിഗണിക്കാൻ എന്നെ വളർത്തിയ, എന്നെ വലുതാക്കിയ എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യരായ സഹപ്രവർത്തകന്മാരോടുള്ള കൃതജ്ഞത, നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ നൽകിയ പിന്തുണ, നിങ്ങൾ പ്രകടിപ്പിച്ച സ്നേഹം, നിങ്ങൾ നൽകിയ അനുഗ്രഹങ്ങൾ, അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആത്മബലമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ആദരണീയരായ നേതാക്കന്മാർ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതൊന്നും വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും നമ്മൾ പറയും അത് നിർണായകമാണ്. തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ആലങ്കാരികമായി പറയാനുള്ള വിശേഷണമാണ് നിർണായകമെന്നത്. ഏത് തെരഞ്ഞെടുപ്പിലും നമ്മൾ ഉറ്റുനോക്കുന്നത് ആരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷമെന്നതാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത ആരായിരിക്കണം എന്ന് മാത്രമല്ല, എങ്ങോട്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചോദ്യം. നമ്മുടെ രാജ്യം ഒരു വഴിത്തിരിവിൻ്റെ സങ്കീർണതയിലൂടെ കടന്നു പോകുന്നു. എങ്ങോട്ടെന്ന ചോദ്യം പ്രസക്തിയോടുകൂടി നിലനിൽക്കുന്നു. കാരണം അസഹിഷ്ണുതയുടെ അന്ധകാരം വിഴുങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യം വളർത്തിക്കൊണ്ടുവന്ന മൂല്യങ്ങളെയും ആശയങ്ങളെയും സംരക്ഷിച്ചു പോകുന്ന സാഹോദര്യത്തെയും തകർക്കാൻ പറ്റുന്ന ചില സംഘടിതമായ നീക്കങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നമ്മൾ കാണുമ്പോൾ, നേരത്തെ ബഹുമാന്യരായ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എങ്ങോട്ടെന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി നൽകണം. നമ്മൾ വർഷങ്ങളോളമായി നമ്മൾ കാത്തു സൂക്ഷിച്ച, നടന്നു നീങ്ങിയ ഒരു വഴിയുണ്ട്. അത് മതേതരത്വത്തിൻ്റേതാണ്, ജനാധിപത്യത്തിൻ്റേതാണ്. ആ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വഴി നമുക്ക് നൽകിയത് മഹത്തായ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏതൊരു പൗരൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നതാണ് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യം ഇന്നും സൗഹാർദ്ദത്തിൻ്റെ പാതയിലൂടെ പോകാൻ നമുക്ക് അവസരമുണ്ടാക്കിയത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ വഴി ഇന്ന് തിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യം ഒരു ഭരണഘടനയുടെ സംരക്ഷണത്തിൽ നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായി. ഇന്ന് ഇന്ത്യയെ നേരിടുന്ന പ്രശ്നം, ഇന്ത്യ പുതിയ ഒരു റിപ്പബ്ലിക്കാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘടിതമായ പരിശ്രമം നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. ഈ രാജ്യം നേരിടുന്ന ഈ സവിശേഷതകളെ അതിജീവിക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാതലായ പ്രശ്നമെങ്കിൽ, അഭിമാനബോധത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സജീവമായി സക്രിയമായി പ്രവർത്തിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കും മാത്രമേ
ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിക്കാൻ കഴിയും. ബഹുമാനായ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ സ്ഥിതി നമുക്കറിയാം, ഇന്ന് ഭയാനകമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കേരളത്തിലെ സ്ഥിതിയെ വിലയിരുത്തുമ്പോൾ ഇതുപോലെ ദുരന്തം പേറിയൊരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് ശമ്പളമില്ല, ജനങ്ങൾക്ക് പെൻഷനില്ല, ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു, എല്ലാത്തിൻ്റെയും ചാർജുകൾ വർദ്ധിപ്പിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നവനെ വഴിയിൽ തല്ലി ഒതുക്കപ്പെടുന്നു, വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബത്തിനോ സമൂഹത്തിനു വേണ്ടിയോ ഒന്ന് വായനക്കാൻ പോലും കഴിയാതെ നിഷ്ക്രിയത്വത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്, അതാണ് സംസ്ഥാന ഗവൺമെൻറ് കാണുന്നത്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ നമുക്ക് പ്രതിഷേധിക്കണം. അതിന് കൂട്ടായ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ബഹുമാനിരായ പല നേതാക്കന്മാരും ചാലക്കുടിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിജയം സുനിശ്ചിതമാണെന്നും വിജയത്തേക്കാൾ കൂടുതൽ അവർ മുൻതൂക്കം കൊടുത്ത് സംസാരിച്ചത് ഇവിടുത്തെ ഭൂരിപക്ഷത്തെയാണ്. ഞാൻ നേതാക്കന്മാരുടെ പ്രസംഗത്തിലൂടെയല്ല അതിന് ഞാൻ ഉൾക്കൊള്ളുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന സഹപ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസത്തെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, ചാലക്കുടി നമുക്ക് ജയിക്കാൻ കഴിയും. കാരണം ചാലക്കുടിയുടെ പാരമ്പര്യം അതാണ്, ചാലക്കുടിയുടെ ചരിത്രം അതാണ്. ബഹുഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിലും ചാലക്കുടിക്ക് വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യത്തെ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ചാലക്കുടിയുടെ രാഷ്ട്രീയ പ്രബുദ്ധത മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ ശക്തികളോടൊപ്പം നിൽക്കാനും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ പൂർണ്ണ കൃതജ്ഞയോടുകൂടി നിൽക്കുന്നു നിങ്ങളുടെ മുന്നിൽ. കാരണം എൻ്റെ അനുഭവം എനിക്ക് നൽകുന്ന കരുത്താണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് എൻ്റെ നെഞ്ചിടറി. ആ നെഞ്ചിടറിയപ്പോഴും ഇടറാതെ നിന്നത് സത്യസന്ധമായി പറയുന്നു നിങ്ങളാണ്. എൻ്റെ നെഞ്ചിടറിയപ്പോഴും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തപ്പോഴും, സംസാരിക്കാൻ കഴിയാത്തപ്പോഴും, കാണാൻ കഴിയാത്തപ്പോഴും ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി മാറി നിന്നുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തെ, എൻ്റെ പ്രവർത്തനത്തെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു 1,32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി എനിക്ക് വിജയിക്കാൻ കഴിയും. അന്ന് ഞാൻ മാത്രമായിരുന്നില്ല സ്ഥാനാർത്ഥി, നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയായി. എന്നോടൊപ്പം നിൽക്കാൻ വലിയൊരു ശക്തിബന്ധമുണ്ടായിരുന്നു. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിൽ 2 നിയോജകമണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്കറിയാം, ഈ നിയോജകമണ്ഡലത്തിൽ 4 പേർ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ MLA-മാരാണ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നവർ MLA-മാർ മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം MLA-മാരെക്കാൾ ഉപരിയായി കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശ്രീ റോജിയും ശ്രീ സാദത്തും അതുപോലെ തന്നെ ശ്രീ എൽദോസും ശ്രീ സജീന്ദ്രനും അന്ന് MLA-മാർ മാത്രമായിരുന്നില്ല, എനിക്ക് വേണ്ടി സ്ഥാനാർത്ഥികളായി മാറിയ എൻ്റെ സഹോദരന്മാരും കോൺഗ്രസിൻ്റെ പ്രതിനിധികളുമായിരുന്നു. അവരുടെ കാര്യം സംശയമില്ല. ഇന്ന് നമുക്ക് സനീഷ് കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു, അവർ മാത്രമായിരുന്നില്ല. അന്ന് ശ്രീ വി.ഡി. സതീശൻ വന്നിരുന്നു, ശ്രീ P.T. തോമസ് വന്നിരുന്നു. ഈ അധ്യക്ഷവേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകന്മാർ അന്ന് നടത്തിയ പ്രവർത്തനത്തിലൂടെ ഈ നിയോജകമണ്ഡലത്തെ കോർത്തിണക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു എന്ന കാര്യം സംശയമില്ല. ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മഹിമ, സംഘടിതമായൊരു പ്രവർത്തനത്തിൻ്റെ നേട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആർജിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ഒരിക്കൽ കൂടി സജീവമായി മുന്നോട്ട് പോകണം. എൻ്റെ അനുഭവങ്ങൾ എനിക്ക് ആവേശകരമാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വീണ്ടും ഞാൻ പറയുന്നു, കഴിഞ്ഞ കാലഘട്ടത്തിൽ എത്തേണ്ടിടത്ത് മുഴുവൻ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യാൻ കഴിഞ്ഞു എന്ന അവകാശവാദം എനിക്കില്ല. പരിഗണിക്കേണ്ടത് മുഴുവൻ പരിഗണിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമല്ല, ക്ഷമിക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എനിക്ക് വാഗ്ദാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വാഗ്ദാനം ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും, ഒപ്പമുണ്ടാകും എന്ന വാഗ്ദാനമായിരുന്നു. നിങ്ങളുടെ സുഖദുഃഖത്തിൽ പങ്കുചേരാൻ ഞാൻ ഉണ്ടാകുമെന്നതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും നിങ്ങളെപ്പോലെയുള്ള പ്രബുദ്ധതയുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരുടെ മുന്നിൽ എനിക്ക് വാഗ്ദാനമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ നിയോജകമണ്ഡലം മറ്റു പല നേതാക്കന്മാരും സൂചിപ്പിച്ചതുപോലെ ചാലക്കുടിയുടെ പാരമ്പര്യം മഹനീയമായ പാരമ്പര്യമാണ്. ഒട്ടേറെ നേതാക്കന്മാർ നമ്മൾക്കുണ്ടായിരുന്നു.
പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലെ, ശ്രീ കെ കരുണാകരനെ പോലെ, അതുപോലെ ശ്രീ AC ജോർജിനെ പോലെ, സാവിത്രി ലക്ഷ്മണനെ പോലെ, എൻ്റെ സഹപ്രവർത്തകനായ ശ്രീ ധനപാലനെ പോലെ ഒട്ടേറെ പ്രഗത്ഭരായ നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത ഈ ചാലക്കുടി നിയോജകമണ്ഡലം നിരവധി പരീക്ഷണങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ മുകുന്ദപുരവും ഇന്നത്തെ ചാലക്കുടിയും, ആ ചാലക്കുടിയുടെ പ്രവർത്തകന്മാർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിയണം, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ദീർഘമായി പറയുന്നുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പോലും വന്നിട്ടില്ല. എന്നായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പെന്ന് കേട്ട അന്ന് മുതൽ നിങ്ങൾ സജീവമായി കർമ്മരംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംതൃപ്തിയോടുകൂടി പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പോലും നടക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ പോലും ഈ കൺവെൻഷൻ കൂടാൻ കഴിഞ്ഞത് നിങ്ങൾ നൽകിയ പിന്തുണയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം, ഒരുമിച്ച് വരണം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നേരത്തെ ബഹുമാനം സൂചിപ്പിച്ചതുപോലെ ഏത് വില കൊടുത്തും ഈ തെരഞ്ഞെടുപ്പിൽ മോഡി ഭരണകൂടത്തിനെതിരെ, പിണറായി ഭരണകൂടത്തിനെതിരെ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ ചിട്ടയായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഒരിക്കൽ കൂടി നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പൂർണ്ണമായ അഭിമാനത്തോടുകൂടി, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ ഒന്ന് പറയുന്നു, ചാലക്കുടി ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുമെന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ആ പ്രവർത്തനത്തിൽ പണ്ടത്തെ പോലെ സഹകരിക്കാൻ തയ്യാറാകണം നിങ്ങൾ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതുണ്ടാകുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഒരിക്കൽ കൂടി നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ മാണി സി കാപ്പൻ നേതൃത്വം കൊടുക്കുന്ന KDPയുടെ നേതാവ് ശ്രീ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ സന്നിഹിതരാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഔപചാരികമായിട്ട് അത് ഇവിടെ പാർലമെൻറ്റ് കോർഡിനേറ്റർ ശ്രീ PJ ജോയി അവர்கள் ഇപ്പോൾ ഇവിടെ വായിക്കുന്നതാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.